ഹലോ. ഇന്ന് കറി വെണ്ടയ്ക്കയും തക്കാളിയും തേങ്ങ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനത് ഇഷ്ടമല്ല. അപ്പോൾ ചീര താളിക്കാമെന്ന് വിചാരിച്ച് ചീര പറിക്കാൻ പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ മൂച്ചിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ നല്ല മാങ്ങയാണ് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കിയത് കൊത്തിയ മാങ്ങയാണ് കേട്ടോ. അത് അങ്ങോട്ട് തന്നെ വലിച്ചെറിഞ്ഞു. മൂച്ചിൽ നിറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. ചീര ഇങ്ങനെ വിത്ത് പാകി കൊടുത്തതാണ്. പാടത്തുനിന്നൊക്കെ എടുത്തുകൊടുന്ന വിത്തുകൾ ഇങ്ങനെ പാകി കൊടുത്തതാണ്. അപ്പോൾ ചീര നന്നായിട്ട് നല്ല ഫ്രഷ് ഇലയായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചീരയൊക്കെ അരിഞ്ഞെടുത്ത് കൊടുന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ചീര അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. നല്ല ഫ്രഷ് ഇലയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ചില ഇലകൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ചീരയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ പുഴുക്കുത്തുകളും ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകും. അതൊക്കെ നോക്കി അരിഞ്ഞുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഫ്രഷ് ഇലയായതുകൊണ്ട് നല്ല ഈസി ആയിരുന്നു അരിയാൻ. പിന്നെ ഞാൻ അതിലേക്ക് താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയുള്ളി കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാനൊരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഈ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ചോറ് ഊറ്റിയെടുത്തിട്ട് അതിൽ ബാക്കി വരുന്ന വെള്ളമല്ലേ കഞ്ഞിവെള്ളം. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചെടുക്കുന്നു. അതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ചീര അരിഞ്ഞ് വെച്ചത് അതിലിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുത്തു. ഓവറായിട്ട് വെന്ത് പോയാലും ചീര തീരെ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വേവിച്ചിട്ടുള്ളത്.